രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മളുടെ കറികൾക്കൊക്കെ ഒരു മല്ലിയുടെയും മുളകിൻ്റെയും നിറമാണ് ഉണ്ടാകുക. ഇന്ന് നമുക്ക് മല്ലിയുടെയും മുളകിൻ്റെയും നിറമൊന്നും ഇല്ലാത്ത ഒരു കറി ഉണ്ടാക്കാം. അതായത് ഒരു വൈറ്റ് കളറിലുള്ള കറി. അതിനുവേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കണമല്ലോ. ഗ്രേവിക്കായിട്ട് നമുക്ക് സവോള എടുക്കാം. സവോള എടുത്തതിന് ശേഷം അത് മുറിച്ച് അത് മാറ്റി വയ്ക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നന്നായിട്ട് പച്ചമുളക് എടുക്കാം, ഉപ്പെടുക്കാം, കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ബദാം പരിപ്പും ബദാമിൻ്റെ തൊലി കളഞ്ഞത്, ഇതെല്ലാം കൂടി നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മളെ ഗ്രേവി. ഇനി നമ്മളൊരു പാത്രത്തിൽ എണ്ണയോ വെണ്ണയോ ഒക്കെ ഇട്ടതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഒന്ന് ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇതും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, വെള്ള കുരുമുളകിൻ്റെ പൊടിയാണെങ്കിൽ ഏറെ നല്ലത്. വെള്ള കുരുമുളക് എന്ന് പറയുന്നത് സാധാരണ കുരുമുളക് മരത്തിൽ നിന്ന് പഴുക്കുമ്പോൾ പച്ച കളറിലുള്ള കുരുമുളകിൻ്റെ ആ ഒരു തൊലി മാറി ചുവന്ന കളറിലുള്ള കുരുമുളകാകും. ആ ഒരു കുരുമുളകിൻ്റെ തൊലി വെള്ളത്തിലിട്ട് കളഞ്ഞതിന് ശേഷം അത് ഉണക്കിയെടുക്കുന്നതാണ് വൈറ്റ് കുരുമുളക് എന്ന് പറയുന്നത്. ഇപ്പം സൂപ്പിനുമൊക്കെ വെള്ള നിറം തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വെളുത്ത കുരുമുളകിൻ്റെ പൊടി ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്രേവി ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയിൽ സ്പൈസസ് ഇട്ടു. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ അതും ഇടാം. അത് ഇട്ടതിന് ശേഷം ഉപ്പും ചേർക്കാം. നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ള ഗ്രേവി ചേർക്കാം. നമ്മളത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതൊന്ന് അടച്ച് ഒരു കുറച്ച് സമയം വേവിക്കാം. തീ കുറച്ച് തന്നെ വേവിക്കാം. അതിനുശേഷം ഇത്തിരി പുളിയൊക്കെ വേണ്ടേ, അതുകൊണ്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് പുളിക്കാത്ത തൈര് ഇതിൻ്റെ കൂടെ ചേർക്കാം. തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ചേർക്കാം, ഉപ്പും ചേർക്കാം. അവസാനം കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർക്കാം. അപ്പോൾ നല്ല ഒരു വെളുത്ത കളറിലുള്ള കുറുകുറെ ഉള്ള ഒരു ഗ്രേവിയായി. ഈ ഗ്രേവിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ നാൻ കഴിക്കാവുന്നതാണ്. നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈരും ഈസ്റ്റ് കുറച്ചും കൂടി ചേർത്ത് കൂട്ടത്തിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കുക ഒരു 2 മണിക്കൂർ. ഈസ്റ്റ് ചേർക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണെങ്കിൽ നമുക്ക് നേരിട്ട് ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയെ ചേർത്ത് കുറച്ച് ചെറിയ വാം വാട്ടറും കൂടി ചേർത്ത് 10 മിനിറ്റ് മൂടി വെച്ച് പൊങ്ങി വരുന്ന സമയത്താണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാൻ അത് കുഴച്ച ഈ ഒരു മാവ് 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെടുത്ത് ഉരുളയാക്കി പരത്തിയതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് വെള്ളം തേച്ചിട്ട് തവയിലിട്ട് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നേരെ ഫ്ലെയിമിലേക്ക് തിരിച്ചിട്ട് ഒന്ന് കാണിച്ച് കുക്ക് ചെയ്തെടുത്താൽ നാനായി. അപ്പോൾ ഈ നാനും വെള്ള നിറത്തിലുള്ള ഈ കുറുമയും ചേർത്ത് രുചികരമായിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.